യുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നിരിക്കുന്നു. ഇപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ അണികളുടെ സാന്നിധ്യത്തിൽ ആയിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ദൈവനാമത്തിൽ ആയിരുന്നു വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധിയായ ആളുകൾ, രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള നിരവധിയായ ആളുകൾ, വിജയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ തന്നെ വിജയ് സിനിമ കഥയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ടിവികെയും വിജയും കാഴ്ചവെച്ചത്. പിന്നീട് നമുക്കറിയാം കൃത്യമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നില്ല എങ്കിലും മറ്റ് ചെറു പാർട്ടികളുടെ കൂടി പിന്തുണയോടുകൂടിയാണ് വിജയ് സർക്കാർ രൂപീകരിച്ചത്. 4ാം തവണ, അതായത് ആദ്യത്തെ 3 തവണ ഗവർണറെ സമീപിച്ചപ്പോൾ പോലും ഭൂരിപക്ഷം തികയ്ക്കൂ എന്ന നിർദ്ദേശം ആയിരുന്നു ഗവർണർ മുന്നോട്ട് വെച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിജയുടെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ടിവികെ എന്ന പൊളിറ്റിക്കൽ പാർട്ടി രൂപീകൃതമായിട്ട് 2 വർഷം പൂർത്തിയാകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താത്ത വിജയുടെ പാർട്ടി അധികാരത്തിലേറട്ടെ എന്ന് രാഷ്ട്രീയ രംഗത്ത് വലിയ അനുഭവ സമ്പത്തുള്ള DMK അടക്കം തീരുമാനിച്ചതിന് പിന്നിൽ എന്താണ്? MK സ്റ്റാലിനെ പോലെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്തുകൊണ്ടാണ് ടിവികെ സർക്കാർ രൂപീകരിക്കട്ടെ എന്ന നിലപാടിലേക്ക് പോയത്? അവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചില പ്രസക്തമാകുന്ന നിരീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് സിനിമാ സ്റ്റൈലിൽ ആയിരുന്നു പാർട്ടി രൂപീകരണം, സിനിമാ സ്റ്റൈലിൽ ആയിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് എങ്കിൽ പോലും ഇനിയുള്ള ഭരണം അത്തരത്തിൽ സിനിമാ സ്റ്റൈലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ വിജയ്ക്ക് എന്നത് തന്നെയാണ് സംശയമുണ്ടാക്കുന്നത്. DMK അത്തരത്തിലൊരു മികച്ച പ്രകടനം ടിവികെയുടെ ഭാഗത്ത് നിന്ന് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ രൂപീകരിക്കട്ടെ എന്ന് MK സ്റ്റാലിൻ പറഞ്ഞത് എന്നതാണ് ഇപ്പോഴത്തെ സൂചനകൾ. അവിടെയാണ് നമുക്ക് ആ ഡേറ്റകളിലേക്ക് ഒരിക്കൽ കൂടി തിരികെ പോകേണ്ടതായി വരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ടിവികെയെ സംബന്ധിച്ചിടത്തോളം 108 സീറ്റുകളിൽ ആയിരുന്നു ടിവികെക്ക് വിജയക്കൊടി പാറിക്കാൻ സാധിച്ചത്. എന്നാൽ നിലവിൽ നിയമസഭയിൽ 108 അംഗങ്ങളുടെ പിന്തുണ ടിവികെക്ക് ഇല്ല. അവിടെയാണ് 107 എന്ന സംഖ്യയിലേക്ക് ടിവികെ എത്തുന്നത്. അതിന് കാരണം ഈ 108 സീറ്റുകളിൽ 2ഇടത്ത് വിജയ് തന്നെയാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ വിജയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഒരു സീറ്റ് മാത്രമാണ് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ആ സീറ്റ് ഏത് എന്നത് ആയിരിക്കും ഇനി ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. അവിടെയാണ് തൃഷ ഒരു പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എത്തിയേക്കും എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇനി നമ്മൾ മറ്റ് കണക്കുകളിലേക്ക് പോകുമ്പോൾ, അതായത് വിജയ് എങ്ങനെയാണ് ഈ സർക്കാർ രൂപീകരിച്ചത് എന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ ഈ കക്ഷി നില എന്നത് ഒരിക്കൽ കൂടി പ്രധാനപ്പെട്ടതാണ്. നിലവിൽ 107 സീറ്റുകൾ ആണ് ടിവികെക്ക് ഉള്ളത്. അതേസമയം DMKക്ക് 59 സീറ്റുകൾ ഉണ്ട്. അവിടെയായിരുന്നു DMKയും AEADMKയും തമ്മിൽ കൈകോർത്തേക്കും എന്ന തരത്തിലുള്ള ചില സൂചനകൾ പുറത്തു വന്നത്. അങ്ങനെയെങ്കിൽ മറ്റ് ചെറു കക്ഷികൾ കൂടി ഒപ്പം നിർത്തിക്കൊണ്ടൊരു സർക്കാർ രൂപീകരിക്കാൻ DMK തയ്യാറായേക്കുമോ എന്നതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. അവിടെ കോൺഗ്രസിന് 5 അംഗങ്ങളുണ്ട്. നിലവിൽ തന്നെ കോൺഗ്രസ് DMKയുടെ ഭാഗമായിരുന്നു. എന്നാൽ ടിവികെക്ക് പിന്തുണ നൽകിയതോടുകൂടിയാണ് കോൺഗ്രസുമായുള്ള ബന്ധം ഇപ്പോൾ പ്രതിസന്ധിയിലായിട്ടുള്ളത്. PMKക്ക് 4 സീറ്റുകൾ, IUMLന് 2, CPI 2, VCK 2, CPIM 2, BJP 1 എന്നിങ്ങനെയാണ് നിലവിൽ കക്ഷിനില. അങ്ങനെ ആകെ 234 സീറ്റുകൾ ഉണ്ട് തമിഴ്നാട്ടിൽ എന്നതാണ്. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി കളമൊരുങ്ങുന്നു. അത് ടിവികെയുടെ തന്നെ വിജയിച്ചിട്ടുള്ള സീറ്റുകളിൽ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി മറ്റൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നത്, നിലവിൽ എങ്ങനെയാണ് ഈ വിജയുടെ സർക്കാർ നിലനിൽക്കുന്നത് എന്നതാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് 120 അംഗങ്ങളുടെ പിന്തുണ നിലവിൽ വിജയ്ക്കുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. ഈ 107 അംഗങ്ങളുള്ള ടിവികെ, അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ 5 പേരുടെ പിന്തുണയുണ്ട്, VCKയുടെ 2 പേരുടെ പിന്തുണ, CPIMൻ്റേത് 2, CPIയുടേത് 2, IUMLൻ്റേത് 2. ഇങ്ങനെ നിലവിൽ 120 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ആണ് നിലവിൽ വിജയ് സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ 120 അംഗങ്ങളിൽ കോൺഗ്രസിൻ്റെ 5 അംഗങ്ങളുടെ പിന്തുണ നിർണായകമാണ്. അതേസമയം CPIM ആകട്ടെ, CPI ആകട്ടെ, അതോടൊപ്പം തന്നെ IUML ആകട്ടെ, ഈ പാർട്ടികളൊന്നും തന്നെ മന്ത്രിസഭയുടെ ഭാഗമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇനി വിജയ് അധികാരത്തിൽ ഏറുകയും വിജയ് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടാൻ പോകുന്നത് ഈ അംഗങ്ങളുടെ
ഒരുപക്ഷെ സമ്മർദ്ദം, അതായത് ഇപ്പം നമുക്കറിയാം CPIM CPI ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ ദേശീയ തലത്തിൽ വിവിധ വിഷയങ്ങളോട് എടുക്കുന്ന സമീപനം എന്നത് നമുക്കറിയാം. അത് പലപ്പോഴും കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമാണ്. അതോടൊപ്പം തന്നെ മറ്റു പൊളിറ്റിക്കൽ പാർട്ടികളുടെ, പ്രത്യേകിച്ച് BJPയുടെ പൊളിറ്റിക്കൽ നയങ്ങളോട് പൂർണ്ണമായും വിയോജിക്കുന്ന സമീപനമാണ് ഉള്ളത്. പക്ഷേ ഒരു ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ വിജയ്ക്ക് തമിഴ്നാട്ടിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും കേന്ദ്ര പദ്ധതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. അവിടെയാണ് വിജയെ സംബന്ധിച്ചിടത്തോളം ഈ പിന്തുണ ഒരു പക്ഷേ വലിയ തോതിൽ തലവേദന സൃഷ്ടിച്ചേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, വിജയുടെ ഇപ്പോഴത്തെ മേൽക്കൈ എന്നത് 120 സീറ്റുകൾ എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച എല്ലാ ചെറു കക്ഷികളെയും ചേർത്ത് 120 അംഗങ്ങളുമായാണ് വിജയ് ഇപ്പോൾ സർക്കാർ രൂപീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 120 നിന്ന് ഒരു സീറ്റ് കുറയും എന്നതാണ്. അതായത് സ്പീക്കർ എന്ന ചുമതലയിലേക്ക് പോകും. അത് തീർച്ചയായും TVKയുടെ ഒരു അംഗം തന്നെയായിരിക്കും സ്പീക്കർ ആയി എത്തുക എന്നതാണ്. അപ്പോൾ സ്പീക്കർ കൂടി കുറയുമ്പോൾ വിജയുടെ മുന്നണിയുടെ അംഗബലം എന്നത് 119 ചുരുങ്ങും. നിലവിൽ 234 സീറ്റുകൾ ഉള്ള തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വോട്ടെടുപ്പോ മറ്റോ നടന്നാൽ കേവല ഭൂരിപക്ഷത്തിന് അനിവാര്യമായി വരുന്നത് 118 സീറ്റുകൾ ആണ് എന്നതാണ്. ഇവിടെയാണ് ഈ മുന്നണികളുടെ അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ CPIയുടെയും CPIMൻ്റെയൊക്കെ നിലപാട് ഏറ്റവും നിർണായകമാകുന്നത്. വളരെ ചെറിയൊരു ഉദാഹരണം നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ എടുത്തു പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ PM ശ്രീ പദ്ധതി എന്നത് കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചു, വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആ പദ്ധതിയുടെ ഭാഗമാകുന്നത് സംബന്ധിച്ച് ഒപ്പിടുകയും ചെയ്തു. എന്നാൽ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന CPI അതിൽ കടുത്ത എതിർപ്പ് അറിയിക്കുകയും അങ്ങനെ വലിയ തോതിൽ ഇടതുമുന്നണിക്കകത്ത് തർക്കമുണ്ടാവുകയും പിന്നീട് ആ PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് പിൻവാങ്ങേണ്ടതായി വരികയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ പ്രേക്ഷകരെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിലും നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി എന്നത്. 120 അംഗങ്ങൾ മാത്രമുള്ള വിജയെ സംബന്ധിച്ചിടത്തോളം അവിടെ 2 അംഗങ്ങൾ ഉള്ള CPIയുടെയും 2 അംഗങ്ങൾ ഉള്ള CPIMൻ്റെയും 2 അംഗങ്ങളുള്ള IUMLൻ്റെയും ഒക്കെ നിലപാടുകൾ വളരെ നിർണായകമാകും. ഈ ഘടകകക്ഷികളെ, നിലവിലെ സർക്കാരിൻ്റെ ഘടകകക്ഷികളെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടി പൂർണ്ണമായ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പല നിലപാടുകളും വിജയ്ക്ക് കൈക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒരു സംവിധാനം പിന്നോട്ട് പോയാൽ അവിടെ ഈ ഭൂരിപക്ഷം എന്നത് കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 120-ൽ 119, അതാണ് ഈ സംഖ്യ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത്. 120 അംഗങ്ങളിൽ ഒരു സ്പീക്കർ പോകുന്നു. അപ്പോൾ 119 മെജോറിറ്റി. ഈ 119ലേക്കാണ് തീർച്ചയായും ഈ വരുന്ന CPIയും CPIMും IUMലും ഒക്കെ ഉൾപ്പെടുന്നവർ വരുന്നത്. അവിടെ 2 അംഗങ്ങൾ മൈനസ് ചെയ്യുമ്പോൾ വീണ്ടും 117 എന്ന നിലയിലേക്ക് അംഗബലം താഴ്ന്നു പോകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം സ്പീക്കറിന് പല വിഷയങ്ങളിലും കാസ്റ്റിംഗ് വോട്ട് ചെയ്യാം, പക്ഷേ എല്ലാ വിഷയത്തിലും സ്പീക്കറിന് വോട്ടവകാശമില്ല എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ വിജയ് ഇപ്പോൾ അധികാരത്തിലേറുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് TVK അംഗങ്ങൾ എല്ലാവരും ഉള്ളത്. എന്തു തന്നെയാണെങ്കിലും വിജയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കേണ്ട സാഹചര്യമുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട് എന്നതുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. തൃച്ചിയിലായിരിക്കാം ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് ഇപ്പോഴത്തെ സൂചന. അത് വിജയിയാണ് തീരുമാനിക്കേണ്ടത്. ഏത് മണ്ഡലം ആണ് നിലനിർത്താൻ പോകുന്നത് എന്നത് അദ്ദേഹമാണ് സൂചിപ്പിക്കേണ്ടത്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ആ അംഗത്തെയും വിജയിപ്പിച്ചെടുക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ TVKക്ക് അനിവാര്യമാണ്.